എങ്ങനെ ഈ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയത്? അമ്മ മോനോട് ചോദിച്ചതല്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ രൂപങ്ങൾ നോക്കുമ്പോൾ നിത്യസഹായ മാതാവിൻ്റെ രൂപങ്ങളുള്ള വീടുകളിൽ പ്രാർത്ഥിക്കുന്നവർ പലപ്പോഴും ചിന്തിച്ച് കാണും, മാതാവിൻ്റെ ഒക്കത്തിരിക്കുന്ന ഉണ്ണീശോയുടെ ഒരു ചെരുപ്പ് വള്ളി പൊട്ടിക്കിടക്കുക. മാസങ്ങളും വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന രൂപമല്ലേ. ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാണ്, എന്തുകൊണ്ടാണാവോ ഈ ചിത്രത്തിൽ മാത്രം ഉണ്ണീശോയുടെ ചെരുപ്പ് ഇങ്ങനെ വള്ളി പൊട്ടിക്കിടക്കണത്? ഈ ചിത്രം വരച്ചത് ലൂക്കാ സുവിശേഷകൻ എന്നാണ് പറയപ്പെടാം. ദൈവമാതാവിൻ്റെ ചിത്രം ആദ്യമായിട്ട് വരച്ചതും ലൂക്കാ സുവിശേഷകനാണ്. ചിത്രകാരനും വൈദ്യനുമായിട്ടുള്ള ലൂക്കാ സുവിശേഷകനെയാണ് ഒക്ടോബർ 18 പ്രാർത്ഥനയോടെ നമ്മൾ ഓർക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത അറിയാം. മറ്റ് സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് 100 സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. അവിടെ എല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട്. 12 വർഷമായി രക്തസ്രാവക്കാരി സ്ത്രീയൊക്കെ കാണിക്കുമ്പോൾ ഒരു വൈദ്യനും സുഖപ്പെടുത്താൻ കഴിയില്ലെന്ന് തിരുവചനം പറയുമ്പോൾ ഈ എഴുതിയ ആളും ഒരു വൈദ്യനാണ്. അവിടെ അടിയുറച്ച് നമ്മളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുകയാണ്. നിന്നെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തിയ സുവിശേഷകനാണ്. ഈശോയെ കാണാത്ത ഒരു സുവിശേഷകനാണ്. ജീവിതത്തിൽ ഈശോയെ കണ്ടിട്ടില്ല. കഠിനാധ്വാനം കൊണ്ട് ഈ മനുഷ്യൻ ഈ സുവിശേഷം വിജാതീയ ക്രൈസ്തവർക്ക് വേണ്ടി എഴുതിയപ്പോൾ സുന്ദരവും സരളവും സാഹിത്യവും നിറഞ്ഞ ഗ്രീക്ക് ഭാഷയിലാണ് ഈ സുവിശേഷം എഴുതിയത്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഈ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് എഴുതിയത് കൊണ്ട് ഇത് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രതീകം കാളയാണ്, ചിറകുള്ള കാള. പരിത്യാഗത്തിൻ്റെ സേവനത്തിൻ്റെ പ്രതീകമാണ് ഈ കാള. പഴയ നിയമഗ്രന്ഥത്തിൽ നമ്മൾ നോക്കിയ യഹൂദരുടെ ജീവിതത്തിൽ ബലിവസ്തുവാണ്, ബലി അർപ്പിക്കുക ഈ കാളയാണ്. ജീവിതത്തിൽ ഒരുപാട് കാലം പരിത്യാഗം ചെയ്തും സേവനം ചെയ്തും പാടത്തും പറമ്പത്തും ഉഴുതും ഭാരം വഹിച്ചുമൊക്കെ ഒരു കാലഘട്ടം മുഴുവൻ ജീവിച്ചിട്ട് ലാസ്റ്റ് ബലിമൃഗമായി മാറിപ്പോവുകയാണ്. ഈ ലൂക്കാ സുവിശേഷകൻ നമ്മളോട് പറയും, പ്രിയപ്പെട്ട മാതാപിതാക്കളെ നോക്കണോട്ടാ, നമുക്ക് വേണ്ടി പരിത്യാഗം ചെയ്ത് സേവനം ചെയ്ത് നമുക്ക് വേണ്ടി ബലിയായി മാറിയവരാണ്. അവരെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം പറയും, വൈദ്യനും ചിത്രകാരനുമായി സുവിശേഷകനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബങ്ങൾക്ക് വേണ്ടി സുവിശേഷം എഴുതാൻ ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.